ഹലോ ഗൈസ്, എല്ലാവരും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ 700 ഫസ്റ്റ് സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപയായി, സെക്കൻഡ് സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ബേസിക്കലി സർവീസ് കോസ്റ്റ് എത്രയാവുന്നുണ്ടായിരുന്നു ഒരു ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയുടെ സെക്കൻഡ് സർവീസ്, അതായത് 10,000 കിലോമീറ്റേഴ്സിൻ്റെ സർവീസ്, സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10,000 വരെ ഹിറ്റ് ചെയ്തില്ല, അതിൽ നിന്നൊരു ലേശം ഫ്രണ്ടിലേക്ക് ഒരു 8,600 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചെയ്തിരുന്നു. വേറെ ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് ടോർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. കാരണം കുറച്ചൊരു ലൂസ്നെസ് ഒക്കെ സീറ്റയിലും ട്രാൻസ്മിഷൻ സൈഡിൽ നിന്നും സസ്പെൻഷൻ സൈഡിൽ നിന്നൊക്കെ ചെറിയൊരു ടോർക്കിംഗ് ഇഷ്യൂസ് പോലെ തോന്നിയായിരുന്നു. അപ്പം ഞാൻ നേരത്തെ ചെയ്തേക്കുന്നത്. ഇനി ഞാൻ ബില്ലിലേക്ക് കാണിക്കാം. സോ ഇതാണ് അതിൻ്റെ ബില്ല് വരുന്നത്. സോ ബേസിക്കലി നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റി, 6 ലിറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കാർബൺ ഫിൽറ്റർ മാറ്റി, ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടുത്തെ ഒരു ഓറിങ്, ചെറിയൊരു ഓറിങ് അത് മാറ്റി, പിന്നെ മാറ്റി. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചേഞ്ച് ചെയ്തത് മെക്കാനിക്കലി ആയിട്ട്. പിന്നെ ഫസ്റ്റ് സർവീസ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് പെയ്ഡ് സർവീസസ് വരുന്നത് കൺസ്യൂമേഴ്സിന് പെയ്ഡ് വരും. ഇതിൻ്റെ അകത്ത് വേറൊരു സാധനം അവർ നമ്മുടെ ചോദിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മാക്സി കെയർ എഞ്ചിൻ കോട്ടിംഗ് സിസ്റ്റം. അത് വേറെ ഉടായ്പ സാധനമാണ്. 247 രൂപയാണത്. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ മുകളിലൊരു കോട്ടിംഗ് പോലെ സാധനം അടിക്കും, ഒരു ചെറിയൊരു ടെക്സ്ചർ മാറും. ബേസിക്കലി രണ്ട് ഉപയോഗമുണ്ട്. കുറച്ച് ചെറുതായിട്ട് ചെറിയൊരു രീതിയിൽ അതൊരു റോഡൻ ഒരു നമ്മുടെ എലിയൊക്കെ പോലെ കടിക്കാനുള്ള ചെറിയ റിപ്പലൻ്റ് ആയിട്ടും ആക്ട് ചെയ്യും. പിന്നെ റിപ്പയർ ചെയ്ത് വന്നപ്പോഴത്തേക്കും 5,506 റുപ്പീസാണ് ഫസ്റ്റ് സർവീസിൽ എനിക്ക് വന്ന കോസ്റ്റ്. വളരെ റീസണബിളാണ്. നേരത്തെ വണ്ടിക്കും ഹ്യുണ്ടായുടെ വണ്ടിക്കും ഏകദേശം ഇത്രയൊക്കെ തന്നെ എനിക്ക് പെയ്ഡ് കോസ്റ്റിൽ വരുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ടയർ ബാലൻസിങ്ങും റൊട്ടേഷനും ഞാൻ ചെയ്തിട്ടില്ല. വീൽ അലൈൻമെൻറ്റ്, ടയർ ബാലൻസിങ്, റൊട്ടേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യണം, അത് പുറത്തുനിന്ന് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിന് ഏകദേശം അവർ 1,300 രൂപ അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത്, വിച്ച് ഈസ് റീസണബിൾ. ബട്ട് ഇനി അത് മാത്രം ചെയ്യാനുണ്ട്. ഈവൻ ഇഫ് അതും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംവെയർ അറൗണ്ട് 7,000 റുപ്പീസ് മാക്സിമം വരുന്നത്. ഓക്കെ, ബൈ.